നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വാഴയ്ക്ക മെഴുക്കുവരട്ടിയാണ്. വേണ്ട, അതിനായിട്ട് കുറച്ച് വാഴയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് നമുക്ക് മെഴുക്ക് വരട്ടുന്ന പരുവത്തിന് അരിഞ്ഞെടുക്കണം. അതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. ഇങ്ങനെ ചെറിയ പീസുകളായിട്ട് മുറിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൊച്ചു പീസുകളായിട്ട് മുറിച്ചെടുക്കാം, സ്വല്പം നീളത്തിൽ. ഇതിൻ്റെ കൂടെ നമ്മൾ 2 ബീറ്റ്റൂട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യമായിട്ടുള്ള പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. ബീറ്റ്റൂട്ട് ഇട്ട് കൊടുത്ത് ഇതിൻ്റെ കൂടെ നമുക്ക് അരിഞ്ഞിടാൻ വേണ്ടിയിട്ടാണ്, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ബീറ്റ്റൂട്ട് തന്നെ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കുക, നീളത്തിലായിട്ട്. നമ്മൾ ബീറ്റ്റൂട്ട് അരിഞ്ഞ് തീരാറായി. അതിൻ്റെ ആവശ്യമായിട്ടുള്ള കറിവേപ്പില ഒരു ചീനച്ചട്ടിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇതിനകത്താണ് നമ്മൾ ഇത് വേവിച്ചെടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴയ്ക്കായും പച്ചമുളകും ബീറ്റ്റൂട്ടും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അഞ്ചല്ലി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. പത്ത് മിനിറ്റായി നമ്മളിത് വേവിക്കാൻ വെച്ചിട്ട്. അതിൻ്റെ വെള്ളമെല്ലാം പറ്റി നല്ല പരുവത്തിന് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ? ഇനി നമുക്കിത് വേറൊരു ചീനച്ചട്ടിക്കകത്ത് നമ്മൾ മെഴുക്ക് വരട്ടുന്നത്. അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി എടുത്ത് സ്റ്റവ് വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി. അതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരുന്ന
വാഴയ്ക്കായും ബീട്രൂട്ടും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ എണ്ണയ്ക്കകത്ത് നന്നായിട്ട് അതൊന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കണം. അതും 10 മിനിറ്റായി നമ്മൾ വേവിക്കാൻ ഈ വഴറ്റിയെടുക്കാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ സ്വല്പം ഒരു മുളക് പൊടി ചിതറി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ വാഴയ്ക്ക ബീട്രൂട്ട് മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ. ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കല്ലേ. ബെല്ലൈക്കൺ അമർത്തിയാലേ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുകയുള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനി ഇതുപോലെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട്